ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. പലപ്പോഴും ചില കുട്ടികൾ പരീക്ഷയ്ക്കൊക്കെ പാസ്സാവുമ്പോൾ, നല്ല മാർക്ക് വാങ്ങി പാസ്സാകുമ്പോൾ, ഫുൾ A+ ഒക്കെ കിട്ടുമ്പോൾ അവർ തന്നെ ഫ്ലെക്സൊക്കെ അടിച്ച് റോഡിലൊക്കെ വയ്ക്കും. സാധാരണ പഴയ ആളുകൾ പറയും ചില കാര്യങ്ങൾ മറച്ചു വയ്യെന്ന്. അതിലൊരു കാര്യമാണ് നമ്മളുടെ ചെറിയ ചെറിയ വിജയങ്ങൾ. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിലെ വിജയമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ, കാലപുരുഷൻ്റെ 6ാം ഭാവമാണ് കന്യാ രാശി അഥവാ ബുധൻ്റെ ആധിക്യമുള്ള രാശി. ബുധൻ്റെ 2 രാശികൾക്ക് ആധിപത്യമുണ്ട്, മിഥുന രാശിയും കന്യരാശിയും. അതിൽ ആധിക്യമുള്ള രാശിയാണ് കന്യാ രാശി. കാരണം എന്താ? അജ വൃഷഭ മൃഗ അങ്കന കുളിര ചഷവണി ജ്യോത്സ ദിവാകരാദി തുങ്കാന. അപ്പോൾ അജ വൃഷഭ മൃഗ അങ്കന എന്ന് പറഞ്ഞാൽ കന്നിരാശിയാണ് ബുധൻ്റെ ഉച്ചരാശി. അപ്പോൾ ബുധന് മാത്രം ഉച്ചരാശി നോക്കിക്കോളൂ, സ്വന്തം രാശി തന്നെയാണ് ആയിരിക്കുന്നത്. അതും കാലപുരുഷൻ്റെ 6ാമത്തെ ഭാവം, 6ാമത്തെ രാശിയാണ് കാലപുരുഷൻ്റെ 6ാമത്തെ ഭാവം. അപ്പോൾ ഉന്നത വിജയം എന്ന് ഉദ്ദേശിച്ചാൽ കന്യാ രാശിയെയാണ് സൂചിപ്പിക്കുന്നത്, ബുധനുച്ചനായി എന്നർത്ഥം. അപ്പോൾ ബുധനുച്ചനായി കഴിഞ്ഞാൽ 6ാം ഭാവമായത് കൊണ്ട് 6, 8, 12 ഭാവങ്ങളെ മറച്ചു വയ്യേ എന്ന് പറയുന്നത്. 6ലൊരു ഗ്രഹം നിന്നാൽ പോലും അതിനെ മറച്ചു വയ്ക്കാനാണ് പറയുന്നത്. കാരണം അതിന് ദൃഷ്ടിദോഷമൊക്കെ എത്താൻ സാധ്യതയുണ്ട്. ഇത് ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അസ്ട്രോളജിക്കലേ പറയുന്നത്. കാരണം 6ാം ഭാവം തസ്കരാദി വിഘ്നാദി വ്യാധിയശ്ച തനുഷ്യതി മരണം വ്യാധി ശസ്ത്രേണ ചിന്തനേമി ഷഷ്ടത എന്നാണ്. അപ്പോൾ തസ്കരാദി വിഘ്നാദി വ്യാധിയശ്ച തനുഷ്യതി, കള്ളന്മാരിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നും, കടത്തിൽ നിന്നൊക്കെ പ്രശ്നം ഉണ്ടാവുന്നു. പരാശരരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കടം നോയി വഴക്ക് 6ാം ഭാവം. അപ്പോൾ വേലയെ 6ാം ഭാവമാണ് കാണിക്കുന്നത്, ദാനധർമ്മങ്ങളെ 6ാം ഭാവം കാണിക്കുന്നുണ്ട്. 6ാം ഭാവം പവർഫുൾ ആയിരുന്നാൽ ഒരു ഡോക്ടർ വരെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അതിനനുസരിച്ച് കാലപുരുഷൻ്റെ 6ാം രാശി ആയതുകൊണ്ട്, 6ാം ഭാവം ആയതുകൊണ്ട് ശത്രുദോഷം, ദൃഷ്ടിദോഷം, വിഘ്നങ്ങൾ, ഊർജ്ജസ്വലതയില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും വരാം എന്നർത്ഥം. അപ്പോൾ സാധാരണ ചില സൈക്കോളജിക്കൽ റിവേഴ്സ് സൈക്കോളജി, അല്ലെങ്കിൽ ചിലർ പറയുന്ന ബ്ലാക്ക് സൈക്കോളജി എന്നോ ഡാർക്ക് സൈക്കോളജി എന്നൊക്കെ പറയുന്ന പലതും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ വിജയങ്ങളെ അങ്ങനെ ഉയർത്തി കാണിക്കാതെ വലിയ വിജയം നേടുന്ന സമയത്ത് ഉയർത്തി കാണിക്കുന്നു പറയും. അതായത് ഒരു കുട്ടി ഒരു IAS നേടുക, IPS നേടുക, ഒരു വലിയൊരു പൊസിഷൻ അച്ചീവ് ചെയ്യണ സമയത്ത് അത് പാറാട്ടിക്കൊള്ളൂ. അതിനെ ഉയർത്തി കാണിക്കുക, നല്ലതാണ്. ഉയർത്തി കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് തന്നെ അതിനെ ആളുകൾ, അതിനെ ഫ്രം ദ ഹാർട്ട് അതിനെ ആളുകൾ അംഗീകരിക്കും. എന്നാൽ ഒരു ചെറിയ വിജയങ്ങൾ, ഒരു 10ാം ക്ലാസ്സിൽ ഫുൾ A+, ഡിഗ്രിക്ക് A+, ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അത് നിങ്ങൾക്കുള്ളിൽ ആഘോഷിക്കുക. അത് ആളുകളെ കാണിക്കാൻ വേണ്ടി സ്വയമേ പൈസ കൊടുത്ത് ഫ്ലെക്സൊക്കെ അടിച്ചു വയ്ക്കുമ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ, അത് കാലപുരുഷ തത്വത്തിലേക്ക് വരും. കാലപുരുഷൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ്. സൊസൈറ്റി വളരെ ഡാർക്കായിട്ട് നോക്കിക്കാണുന്ന ഭാവമാണ് കാലപുരുഷൻ്റെ 6, 8, 12 ആയിട്ടുള്ള കന്യാരാശിയും വൃശ്ചിക രാശിയും മീനൻ രാശിയും. ഇതിൻ്റെ കാരകത്വമൊക്കെ ഡാർക്കായിട്ട് നോക്കിക്കാണുമെന്നാണ് പരാശരരും പറഞ്ഞിട്ടുണ്ട്, വരാഹമിഹിരരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 6ാം ഭാവം ആയതുകൊണ്ട് ഒരാളുടെ വിജയം എത്തുമ്പോൾ എന്ത് സംഭവിക്കും? സൈക്കോളജിക്കൽ നോക്കി, നിങ്ങൾ ആരെങ്കിലും കുട്ടികൾ നല്ല ഫസ്റ്റ് എല്ലാം A+ കിട്ടുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ അതിനപ്പുറത്തെ വീട്ടിലെ ഒരു കുട്ടി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു മാനസിക നില എന്തായിരിക്കും? കാരണം വേറൊരു കാര്യം കൂടിയുണ്ട്. സാധാരണ ഈ ഡാർക്ക് സൈക്കോളജി പറയുന്നത് മറ്റുള്ളവരുടെ വിജയം, അത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. മറ്റുള്ളവരുടെ വിജയം നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് പല മനുഷ്യർ പല തരത്തിലാണ് നോക്കിക്കാണുക. അപ്പോൾ ചിലതിനെ മറച്ചു വയ്ക്കാൻ പറയും. വലിയ വിജയങ്ങളൊക്കെ ആണെങ്കിൽ അത് ആഘോഷിക്കുക, ചെറിയ ചെറിയ വിജയങ്ങളെ ഒതുക്കി
വീട്ടിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്തി വീണ്ടും ഉന്നതമായ വിജയത്തിലേക്ക് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിക്ക് അതിനെ കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ചെറിയ വിജയം വരുമ്പോൾ തന്നെ അത് വളരെയധികം അതിനെ വലിയ രീതിയിൽ അതിനെ ആഘോഷമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ പോലും ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഡോപ്പാമൈൻ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന എഫക്റ്റുകളൊക്കെ അവിടെ വന്നിട്ട് ഒക്കെ ഇതാവും. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ തന്നെ അത് ഞാൻ അങ്ങനെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ പോലും അതിന് തടസ്സം വരുമെന്നാണ് സൈക്കോളജിയും പറയുന്നുണ്ട്, അസ്ട്രോളജി പറയുന്നതാണല്ലോ ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാലവൃക്ഷൻ്റെ 6-ാം ഭാവമാണ്. വിദ്യാഭ്യാസത്തിൽ കുട്ടികളൊക്കെ നല്ലോണം നിങ്ങളുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ അതും കുഴപ്പമില്ലാതൊക്കെ പഠിച്ച് പോകുന്നു എന്ന് പറയല്ലാതെ എൻ്റെ മകൾ ക്ലാസ്സിൽ ഫസ്റ്റാണേ, എൻ്റെ മകൻ ക്ലാസ്സിൽ ഫസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ വിദ്യാഭ്യാസം അവർക്ക് തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ ആവാനൊക്കെ ഉള്ള വഴി ഒരുക്കി കൊടുക്കണ്ട. പഠിക്കാനുള്ള ഫുൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവർ ഫസ്റ്റാണെങ്കിൽ അത് സ്കൂളുകൾക്കും പഠിക്കുന്ന ആളുകൾക്കും അറിയാലോ. അത്തരത്തിൽ അവർ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടട്ടെ. അതല്ലാണ്ട് അതിനെ ഒരു ലോവർ ലെവലിലോ ഇൻ്റർമീഡിയറ്റ് ലെവലിലോ അതിനെ പാരാട്ടാതെ എന്താണ് ലക്ഷ്യം, ഒരു ഡോക്ടർ ആവാനോ IAS ആവാനോ IPS ആവാനോ ലക്ഷ്യമില്ല. ആ ലക്ഷ്യം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് സെലിബ്രേറ്റ് ചെയ്യുക. ഇന്നേക്കത്തുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.